ഹായ് ഗായ്സ്, ഞങ്ങളൊരു അരിയുണ്ട ഉണ്ടാക്കാൻ പോവാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവലോസുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ അരി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് ഈ അരി കഴുകിയെടുക്കാം. അരി ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം വാലാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഒന്ന് അടുപ്പിക്കാം. ഇനി ഞാൻ 1 ഗ്ലാസ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അരി എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്ക് മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് കറക്റ്റായിട്ട് എടുത്തേക്കുന്നത്. നല്ല മധുരമുള്ള ശർക്കരയാണെങ്കിൽ നമുക്കൊരു 3/4 ഗ്ലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല മധുരം കാണും അന്നേരം തന്നെ. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് അതിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു ചെറിയ നനവുള്ളത് കൊണ്ട് ഇച്ചിരി കൂടുതൽ സമയം എടുക്കും റോസ്റ്റ് ആവാനായിട്ട്. ഇതിവിടെ കുറച്ച് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ആയി വരുന്നുണ്ട്. ഇതിന് ഇച്ചിരി കൂടി ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി സെയിം പാത്രത്തിലോട്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ആ നെയ്യൊക്കെ അതിലൊന്ന് പിടിച്ച് ആ തേങ്ങയുടെ ആ പച്ച ഒരു ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേങ്ങ റോസ്റ്റ് ചെയ്യാതെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ആ നെയ്യുടെ ആ ഒരു ഫ്ലേവറും ഇച്ചിരി കൂടി അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത്ര ആയാൽ മതി. കളറൊന്നും മാറാനായിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരി വേണം. ആ പരുവത്തിന് പൊടിക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇതോടൊപ്പം വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏലക്കയുടെ പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് നിർത്തി ഒരു 3-4 റൗണ്ട് മിക്സിക്കകത്തിട്ട് കറക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ട പിടിക്കാൻ തുടങ്ങാം. ഇവിടെ നല്ല ഷേപ്പിൽ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളതുകൂടി ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവലോസുണ്ടയുടെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കണേ, നല്ലതാണ്. ലൈക്ക് ഷെയർ ചെയ്യുന്ന ബൈ.